ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പള്ളിയിൽ. അതായത് ഞാൻ ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് ആ പള്ളിയിൽ. ഞാനാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് വ്ളോഗ് ഇട്ടിട്ട് ഉണ്ടെന്ന് തോന്നുന്നു ആ പള്ളിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ആ പള്ളിക്ക് തന്നെയാണ് പോകുന്നത്. എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പം ആക്ച്വലി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10-20 മിനിറ്റ് നടക്കാൻ വേണ്ടിയിട്ട്, 20 ഒരു 30-35 മിനിറ്റ് എണ്ണം തോന്നുന്നു. അത്ര എന്തോ ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് നടന്നു പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനപ്പം അങ്ങനെ ഒരു 2:30-2:45 ആ ഒരു ടൈമിൽ ഞാനിത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ രണ്ട് സൈഡിലും കണ്ടം, അതിൻ്റെ നടുവിൽ റോഡ്, അങ്ങനെയാണ് ആ വഴി വരുന്നത്. നമ്മളതുവഴി നടക്കുക. ഇടങ്ങ് ഒറ്റ മനുഷ്യക്കുഞ്ഞിനെ പോലും കാണുന്നില്ല ഗൈസ്. നല്ല പൊരിഞ്ഞ വെയിലുണ്ട്. സോ നമ്മളതുകൊണ്ട് കുടയും എടുത്തിട്ടാണ് പോയത്. അങ്ങനെ ഞാൻ കുടയും പിടിച്ച് ഇങ്ങനെ പോയി കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരു സംഭവം കണ്ട്. ഇങ്ങനെ അലയ്ക്കുന്നൊരു ജീവി ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ കൊക്കല്ല, കൊക്കിനെക്കാട്ടിലും കുറച്ചുകൂടെ വലിപ്പമുണ്ട് ആ സംഭവത്തിന്, കണ്ടാതിരിക്കുന്നത്. അപ്പോഴത്തേനും ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ അപ്പുറത്തു നിന്ന് എന്തോ ഒരു സൗണ്ട് കേട്ട്. ഞാനപ്പോൾ അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ ഒന്നും കണ്ടില്ല. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും ഈ സാധനം വെള്ളത്തിലോട്ട് എടുത്ത് ചാടുകയും ചെയ്തു. എന്തല്ലേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നെയും നടന്ന് ഇവിടെ ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പൽ ഞാൻ ഓർത്ത് തിരിച്ച് വരുമ്പോൾ പ്രാർത്ഥിക്കാമെന്ന് ഓർത്തു. അങ്ങോട്ട് കയറ്റമല്ലേ. പിന്നെ ഞാൻ നിന്നില്ല, നേരെ വെച്ച് പിടിച്ചങ്ങനെ ഗൈസ്. അങ്ങനെ ഞാനിതാ ഇവിടെ വരെ എത്തിയിരിക്കുകയായിരുന്നു. ഈ പള്ളിയല്ല ആക്ച്വലി, ഈ പള്ളിയിൽ നമ്മൾ പ്രാർത്ഥിക്കും, ബട്ട് ഈ പള്ളിയല്ല നമ്മൾ മെയിനായിട്ട് വരുന്ന പള്ളി. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ വേറൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഗൈസ് ഇതുണ്ട്. ഈ പള്ളിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ പള്ളിയിൽ എന്നിട്ട് നമ്മളിതാ വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ജോലി എന്തോ പണി എന്തോ നടക്കുന്നുണ്ട്. അപ്പോൾ ആ പണിക്കാരും അവിടുത്തെ കപ്പയാരും കുറച്ച് വേറെ 2-3 ഓഫീസിലുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ പള്ളിയുടെ അകത്ത് കയറിയിട്ട് പ്രാർത്ഥിച്ചു. കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും വെളിയിലേക്ക് ഇറങ്ങി. വെളിയിൽ വന്ന് കുറച്ച് നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി റിലാക്സ് ചെയ്തിരുന്നു. കുറച്ച് നേരം എനിക്കിങ്ങനെ മൈൻഡ് റിലാക്സ് ചെയ്ത് ഇങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അങ്ങനെ നമ്മൾ കുറേ നേരം എന്ന് പറഞ്ഞാൽ കുറച്ചധികം നേരം നമ്മൾ അവിടെ ഇരുന്നു. കാരണം ഇങ്ങോട്ട് നടന്നു വന്നു, അതിൻ്റെ ആ ഒരു ഇത് മാറണം. പിന്നെന്താണ്, ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാനും ഞാൻ വിട്ടുപോയി. ഞാനെന്നുണ്ടെങ്കിൽ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് വീഡിയോ എടുത്തിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി. അങ്ങനെ ഇവിടെ നിന്ന് വെള്ളം കുടിക്കാനും മറന്നുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം വീഡിയോ എടുത്ത് നമ്മൾ അന്ന് വന്നപ്പോൾ ഇവിടെ ഒരു പൂച്ചേനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം. അപ്പം ഞാൻ ആ പൂച്ച അവിടെ ഉണ്ടോ എന്നൊക്കെ കുറച്ച് നേരം ഞാൻ നോക്കി. ഇതാണ്ട് ആ ഒരു സ്ഥലത്താണ്, ആ ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് അന്ന് ആ പൂച്ച ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം നോക്കി, വെയിറ്റ് ചെയ്തു ആ പൂച്ച വരുമോയെന്ന്. വന്നില്ല ഗൈസ്. അങ്ങനെ കുറച്ച് പ്രാവുകളെയും കാര്യങ്ങളെയും എല്ലാം കണ്ട് കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നു. അതിന് ശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങി ഗൈസ്. അതായത് കുറേ നേരം ഞാൻ അവിടെ ഒറ്റയ്ക്കിരുന്നു. എനിക്ക് ഒരു സമാധാനം, സന്തോഷം, മീൻസ് അത് മാത്രമല്ല നമ്മൾ കുറച്ച് നേരം മൈൻഡ് റിലാക്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി ഇരിക്കുകയെന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു ഇതല്ലേ. വേറെ ആരുമില്ല, നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അത് ആ ഒരു സൈലൻസും, അധികം വണ്ടിയുടെ സൗണ്ടും ഇല്ല, ആൾക്കാരും ഇല്ല. അതാണ് ഞാൻ ആ ഒരു ടൈമിൽ തന്നെ പോയത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ നേരെ തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ കയറിയിട്ട് ഒരു നാരങ്ങ വെള്ളം പറഞ്ഞു കേട്ടോ. മീൻസ് എനിക്ക് വേറൊന്നും കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് നാരങ്ങ വെള്ളം മാത്രം കുടിച്ചോളൂ. പിന്നെ വരുന്ന വരിയിൽ കിട്ടിയാണ് ഈ ഒരു സംഭവം. ഇത് കണ്ടിട്ട് എനിക്കൊരു ചെടി പോലെ തോന്നി. പക്ഷേ എനിക്ക് ആ കടയത്തെ അങ്കിൾ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അതെന്ത് ചൊറിയണമെന്നൊക്കെ പറഞ്ഞു. അത് ചൊറിയും എന്നൊക്കെ പറഞ്ഞു, കാട്ടേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനത് തിരിച്ചു വരുന്ന വഴി ബേക്കറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അതങ്ങ് കളഞ്ഞു കേട്ടോ. പക്ഷേ അതിൻ്റെ ഇല കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവിടുന്ന് നാരങ്ങകളൊക്കെ കുടിച്ച് തിരിച്ചു വരുന്ന വഴിയിൽ നമ്മുടെ ആ ചാപ്പലിൽ കയറി കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഗൈസ്. അങ്ങനെ പ്രാർത്ഥിച്ച് അവിടുന്ന് ഇറങ്ങി ഗൈസ്. ലുക്ക് അറ്റ് ദാറ്റ് വ്യൂ. അന്തസ് റോഡിൻ്റെ 2 സൈഡിലും പാടം എന്ന് പറയും, അല്ലെങ്കിൽ കണ്ടം എന്ന് പറയും. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് അതിനകത്ത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പിന്നെ കുറേ നേരം കുട പിടിച്ചുകൊണ്ട്, കുട എനിക്ക് പിടിക്കാൻ വയ്യായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ കുട മടക്കി കയ്യിൽ തന്നെ പിടിച്ച് അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഈ ഒരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു വ്യൂ. തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ ദൈവമേ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം നിന്ന് വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുത്ത് നമ്മൾ വീണ്ടും
നടന്ന് തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ നടന്ന് 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 വീടെത്താറായപ്പോൾ ഞാൻ വേറൊരു സാധനം കണ്ടു. എന്താണെന്നറിയോ ഗൈസ്? ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അവിടെ താഴെ നിന്ന് കഴിക്കുന്നത്. ഇതിന് താഴെയുള്ളതൊന്നും വേണ്ട, മണ്ടയിൽ കയറി നിന്നിട്ട് തിന്നാൽ മതി അതിന് എന്തായാലും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ആക്കുക.